ഒരു കുഴപ്പമില്ല. ഞങ്ങളെ പാർട്ടിക്ക് ഒരു നയമുണ്ട്, ആ നയം വിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. ആ ശരി ശരി. ക്ലീറ്റോ ദേ ഇനിയുണ്ടല്ലോ, നിങ്ങളെ പെങ്ങളെ നിങ്ങൾ ഇനി അടുപ്പിക്കുകയെ ചെയ്യരുത് ക്ലീറ്റോ. ഞാൻ ആ കുടുംബശ്രീയിൽ എത്ര നാള് ഞാൻ സെക്രട്ടറി ആയിട്ടിരുന്നതാ എന്നിട്ട് എന്നെ പൈസ കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് അത്രയും പേരുടെ മുമ്പിൽ അവള് വഴക്ക് പറഞ്ഞു. ക്ലീറ്റോ നിങ്ങൾ നാത്തോനും അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്ത് പറയാ? ഒന്നും പറയണ്ട ക്ലീറ്റോ ഒന്ന് ചെറുതായിട്ട് അവളുടെ അടുത്ത് ചോദിക്കാവോ? പൈസ അല്ലേ ലില്ലി, ഈ വീട്ടിലുള്ളതല്ലേ, നിനക്ക് തരൂലെന്നൊന്ന് ചോദിക്കാവോ? ഞാൻ ഒന്നും ചോദിക്കില്ല അവളോട്. നിങ്ങളെ സംഘടനയുടെ ആവശ്യം. ഇപ്പൊ ഞാനായിട്ടാണ് ഇത് പറഞ്ഞെങ്കിൽ, നിങ്ങളുടെ പെങ്ങളാണ് ഈ പരാതി പറഞ്ഞെങ്കിൽ, നിങ്ങൾ അപ്പൊ തന്നെ എന്നോട് വന്ന് ചോദിക്കുമല്ലോ. അത് ചോദിക്കും, കാരണം നീ എന്റെ ഭാര്യയാണ്. നിന്റെ ആങ്ങളയോട് പറ, അവനോട് പറഞ്ഞിട്ട് അവളോട് ചോദിക്കാൻ പറ. അതെന്ത് പറ്റില്ലേ? അങ്ങനെ ചോദിക്കാമല്ലോ. ഹലോ, ക്ലീറ്റസ്, മനോജാ നീ എത്തിയടാ? അത് ശരി. ഉണ്ട്. ഓ മറ്റന്നുണ്ടാവും. ഇല്ല, രാവിലെ ഒന്ന് ചെറിയ പാർട്ടിയിൽ ഒന്നുണ്ട്, മീറ്റിംഗ് ഉണ്ട്. വാ പിന്നെന്ത്, നീ വാ. അതെയോ? ചേച്ചിനോട് എന്താ ശരിക്കും പറഞ്ഞത്? അവളാണോ പറഞ്ഞത്? ശരി, ഞാൻ ചോദിച്ചോളാം. ഓക്കെ, നീ വാ, ഞാൻ അവിടെ ഉണ്ടാവും. നീ എന്നെ വിളിച്ചോ ഒന്ന് തിരിക്കുമ്പോ കേട്ടാ. ഓക്കെ മുത്തേ, കാണാടാ. മനോജ്, മാങ്ങാണ്ടി മനോജ്, പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന മനോജിനെ അറിഞ്ഞൂടെ? എനിക്കറിയാം മനോജിനെ. പരവസ്ഥയിലേക്കല്ലേ നിങ്ങൾ ഒറ്റയ്ക്ക് പോയത്? അപ്പൊ ഞങ്ങള് പാർട്ടിക്കാരും വേറെ ഒന്ന് രണ്ടു പേരൊക്കെ ആയിട്ട് അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം. നമ്മളെല്ലാവരും പോകേണ്ടതല്ലേ? ആയിക്കോട്ടെ, അതിന്റെ ഒരു സുഹൃത്തല്ലേ, നമ്മളെ ബന്ധു. ഇങ്ങോട്ട് വിളിച്ചേക്കുന്നത് എന്ത് കാര്യത്തിന്? അവൻ ഇങ്ങോട്ട് വിളിച്ചാൽ അവൻ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ഗൾഫുകാരനല്ലേ, ഗൾഫിൽ നിന്ന് വന്ന് എന്തൊക്കെയോ ചെറിയ സമ്മാനമൊക്കെ കൊണ്ട് വരണുണ്ടെന്ന് പറഞ്ഞു. വരട്ടെ. അവൻ ആർക്ക്? എനിക്ക്. അങ്ങനെയാണടി സ്നേഹവും സൗഹൃദം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിലനിർത്തുന്ന ആൾക്കാർ. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ പെങ്ങള് വന്ന് സമ്മാനം തരാൻ പറയും, അത് തന്നതിന്റെ പാതി അങ്ങ് തരാൻ പറയും. കൊടുക്കണ്ട, കൊടുത്തിട്ടുണ്ടെങ്കിലും ആയിരിക്കും. ഇതിപ്പോ സ്കോച്ച് ആണെങ്കിലോ, അവൻ കുപ്പിയായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരണമെങ്കിൽ അത് കൊടുക്കണ്ട. അത് പിന്നെ അവർക്ക് കൊടുക്കാക്കൂലല്ലോ. സ്കോച്ച് ആണെങ്കിൽ പപ്പയ്ക്ക് കൊടുക്കാം. എൻ്റെ അളിയന് കൊടുത്താൽ എന്ത് ശരി? അവനും കൊടുക്കാം. അയ്യോ, പക്ഷേ നല്ല സ്നേഹമുള്ള ഇറങ്ങണ കേട്ടാ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാനും പ്രസംഗിക്കും, അവനും അത്യാവശ്യം പ്രസംഗിക്കുക. ആശയങ്ങൾ രണ്ട് ഇതാണ്. പക്ഷെ എന്നാലും എൻ്റെ പ്രസംഗത്തിന് പെമ്പിളർ കൈയടിക്കുമ്പോൾ ഭയങ്കര ചുരുക്കായിരുന്നു. അതെൻ്റെ അടുത്ത് ഒരാൾ നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ചോദിക്കില്ലേന്ന് പറഞ്ഞ എങ്ങനെയാ ചേച്ചി? ചോദിക്കണ്ടേ? പിന്നെ തോന്നിയ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴല്ലേ ഒരു കുടിശ്ശിക വന്നത് എനിക്ക്. കുടിശ്ശിക പുറത്തെങ്ങാനും പോയി പറയും. ഒരു ആനക്കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത് ചേനക്കാര്യം. നിങ്ങൾക്ക് ഇത് ചേനക്കാര്യം, എനിക്കിത് ആനക്കാരിയാ. പക്ഷെ അവൻ്റെ വീട് എന്തായാലും അവൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടെങ്കിലും അടിപൊളി വീട്. വാർത്തമാർ ഇവിടെ എന്തൊക്കെയാണ് ഗൾഫിൽ നിന്നും പറഞ്ഞ് ഇവിടുന്ന് വാരി വിറ്റ് പറക്കി അവിടെ പോകും. അവിടെ പോയിട്ട് അവിടെ ഇവിടുന്ന് പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കണം. ഇങ്ങനെയും കുറേ എണ്ണം. എന്തായാലും മറ്റന്നാൾ വരുമ്പോൾ വല്ല കഴിക്കാനൊക്കെ കൊടുക്കണം ഏട്ടറി. കഴിക്കാനൊന്നും ഇവിടെ ഒന്നും ഉണ്ടാവില്ല, പോകുന്നു. വേണ്ട, ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തോളാം. പ്രശ്നം തീർന്നല്ല, അല്ലേ അവനെ കഴിപ്പിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നോളാം. ഒരു മുട്ടായി കഷ്ണം പോലും ചോദിക്കരുത് അവൻ കൊണ്ടുവരണേ. അതെന്താ പട്ടാളക്കാരനാവണമെന്ന് പറയാൻ കാര്യം? അത് വെടിവെക്കാനൊക്കെ. അയ്യേ, പട്ടാളക്കാരൻ നല്ലത് തന്നെ മക്കളെ. പക്ഷെ പട്ടാളക്കാരനാണോന്ന് പറഞ്ഞാ പോരാ, പഠിക്കണം, നല്ല വൃത്തിയായിട്ട് പഠിക്കണം. ചേച്ചി കണ്ട പഠിച്ച് എവിടം വരെ എത്തി. ഇവിടെ വന്നിരിക്കണ ട്യൂഷന് ഹോംവർക്ക് എഴുതിയാ? നമ്മൾ ആ പോർഷനൊക്കെ റെഡിയാണേ. നേരത്തെ ചോദിക്കുമ്പോ പോലീസ് ആവണമെന്നാ പറയുന്നത്. ഇപ്പൊ മാറി പട്ടാളത്തിലേക്ക് പോകണം. മകളെ, പോലീസും പട്ടാളവും ഒന്നും രാഷ്ട്രീയ മന്ത്രിയുടെ MLA മുമ്പിൽ ഒന്നുമല്ല. വന്ന് സെല്യൂട്ട് അടിക്കണം. അല്ല, അങ്ങനെ ആളാവാൻ നോക്കണം. മന്ത്രി അവൻ ആദ്യം പഠിക്കട്ടെ, പഠിച്ച് കുറച്ച് അറിവ് നേരിട്ട്, എന്നിട്ട് അവൻ തീരുമാനിക്കും എന്താവണമെന്ന്. തോപ്പിലെ മനോജ് വിളിച്ചിരുന്നു. അവൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് വന്ന് എന്നെ കാണണം, ഇങ്ങോട്ടും പോകില്ല, എന്തൊക്കെ കാണണോ തരണോന്നോ എന്തൊക്കെ പറയണം. എന്നെ വിളിച്ചായിരുന്നു. നിന്നെ വിളിച്ചാ? ആര് മക്കളെ? ആര്? മനോജ് ഇല്ലേ, നമ്മുടെ തോപ്പിലെ ദിവാരം മാഷിന്റെ മോൻ. കുറച്ച് മനസ്സിലായി. അല്ല, അവൻ ഗൾഫിലായിരുന്നല്ലോ, വന്നിട്ടുണ്ടോ? പിന്നെ ഗൾഫാരൻ പിന്നെ എന്നും ഗൾഫിൽ കിടക്കും. അവന് ലീവ് കിട്ടിയോ വന്നത്, നമ്മളെ കാണണമെന്ന് പറഞ്ഞിട്ട്. ഭയങ്കര സ്നേഹമുള്ളവന്. സത്യം ഞാൻ പറയാല്ലേ, അവര് നല്ല സ്നേഹമുള്ള ആൾക്കാരാ. അച്ഛനെ പോലെ തന്നെ മോനും. ഭയങ്കര സ്നേഹമാണ് അമ്മ. ഇവിടെ എന്നെ കാണണോ ഇല്ലെങ്കിൽ നമ്മളെ കൂടെ പഠിച്ച പഴയ കൂട്ടുകാർ നമ്മളെ ഇവിടെ വരാൻ. തന്നെ
അതാ ഞാൻ പറഞ്ഞത്, പണ്ടും അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെ, ഒരേ മനസ്സ്. അതല്ലേ അതെന്തൊക്കെ അങ്ങനെ സംഭവമൊക്കെയായിട്ട് അല്ല അവനെന്തോ കൊണ്ടുവരുമെന്നോ വരുമെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് എനിക്ക്. ആ ശരി, ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഒന്നുമില്ല. ദേ ബാങ്കിൽ പോവുക, അടക്കാനുള്ള പൈസ തരണം. കേക്കുന്നില്ലേ? പൈസ തരണോന്ന്. എൻ്റെ കയ്യിൽ ഇപ്പൊ ഇല്ല, പിന്നെ തരാം. ഇല്ലെന്നാ? അതിനവിടെ വെച്ച് എന്താ പറഞ്ഞത്? വീട്ടിൽ വരുമ്പോ തരാന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് സമ്മതിച്ചില്ലല്ലോ. എന്ത് താന്ന് പറഞ്ഞിരിക്കുവായിരുന്നില്ല. താന്ന് പറഞ്ഞ് തന്നില്ല. അപ്പൊ പറഞ്ഞ് വീട്ടിൽ വരുമ്പോ തരാന്ന് പറഞ്ഞു. എന്തേ ഇല്ലാന്നേ. താന്നേ എനിക്ക് പോണം. എന്റെ കയ്യിൽ ഇല്ലാതെ എന്റെ കിഡ്നി പറിച്ചിട്ട് തന്നാ മതിയോ? കിഡ്നിയ എന്താണെന്നൊന്നും എനിക്ക് അറിയണ്ട, എനിക്ക് പൈസ കിട്ടണം. പെണ്ണുങ്ങളുടെ മുമ്പ് വെച്ചിട്ട് സമ്മതിച്ചാണ് പൈസ വീട്ടിൽ ചെല്ലുമ്പോ തന്നേക്കാന്ന്. നേരം വിചാരിച്ച് പൈസ ഉണ്ടാവുന്ന ഇപ്പൊ പറയുന്ന പൈസ ഇല്ല. എന്തൊരു നിസ്സാരമായിട്ടാ പറയണത്? മര്യാദക്ക് പൈസ തന്നെ. പെണ്ണുങ്ങളെല്ലാം വിളിച്ചു കൂട്ടു ഇവിടെ. വിളിച്ചു കൂട്ട്. അതൊക്കെ സോൾവ് ചെയ്യേണ്ടതേ സെക്രട്ടറിയുടെ കടമയാ. എന്ത്? എന്റെ സെക്രട്ടറി സ്ഥാനം തട്ടിയെടുത്തപ്പോ ഓർക്കണം. അതാണ് പ്രശ്നം. അതെ, അതാണ് സെക്രട്ടറി സ്ഥാനം ആരും തട്ടിയെടുത്തിട്ടില്ല. സ്വന്തം കഴിവില്ലായ്മ കൊണ്ട് അവരെല്ലാരും മാറ്റി ചേച്ചീന, അത്രേ ഉള്ളു. ആര്? എന്ത്? എങ്ങനെ? ഞാൻ അറിഞ്ഞടി നീ ഈ കാണുന്ന പെണ്ണുങ്ങളെല്ലാം ചാക്കിട്ട് എനിക്കെതിരെ വോട്ട് ചെയ്തതാന്ന്. ഞാൻ ഒരാളെയും ചാക്കിട്ടിട്ടില്ല. ഒരാള് ചേച്ചിയുടെ പേര് പറഞ്ഞ, ഒരാള് പറഞ്ഞിട്ടില്ല. ഒരാള് പറഞ്ഞായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവിടെ ബാങ്കിൽ അടക്കേണ്ട പൈസ അവിടെ വെച്ച് തരാനുള്ളതായിരുന്നു, തന്നില്ല. ഇവിടെ മനസ്സിലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരി? അങ്ങോട്ട് അങ്ങനെ പറയാ. അവിടുന്ന് അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്ത് പൈസ എടുത്ത് കാര്യം കണ്ടിട്ട് ഇപ്പൊ തരത്തില്ല. എന്ത് മേടിക്കും? എനിക്ക് മേടിക്കാനറിയാം. ഞാൻ എന്തെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് വിറ്റിട്ട് അങ്ങോട്ട് പൈസ അടക്കും. കൈ ചുണ്ടി ഞാനും ചൂണ്ടും. സെക്രട്ടറി ആയിട്ട് നടക്കും. അതിന്റെ കണ്ണുകടിയാ. പെണ്ണുങ്ങളെല്ലാം കൂടെ പിടിച്ച് മാറ്റിയില്ലേ? അതിന്റെ കണ്ണുകടി. മല പോലെ വന്ന് നിൽക്കുന്നത്. മുമ്പേക്ക് വന്ന് നിൽക്കും. ഒരു കാര്യം ഓ, എന്റെ ചെറുക്കനെയും തള്ളിയിട്ടല്ല എന്റെ ദൈവമേ, ഞാൻ എന്ത് വേണ്ടി? ചെറുക്കന്റെ നെഞ്ചടിച്ചാ വീണത്. ഞാൻ തരൂല അമ്മ. ഞാൻ എന്തെങ്കിലും കേറി എടുക്കും ഇവിടുന്ന്. എനിക്കറിയാം പൈസ വാങ്ങിക്കാനുണ്ട്. ഞാൻ വരുമല്ലോ. നീ കേറി എടുക്കടി. അയ്യോ, എന്റെ സ്ഥാനം തട്ടിയെടുത്തിട്ട് നീ അങ്ങനെ രാജാവായിട്ട് വാഴാൻ നമ്മൾ പറയുന്നു. നീ അങ്ങനെ രാജാവായിട്ട് രാജാവായിട്ട് തന്നെ വാഴും. ഞാൻ രാജാവായിട്ട് തന്നെ കാണാം. കാണിച്ചു തരാം. കാണാം. എന്റെ അടുത്ത് കളിക്കുന്നു. ഇല്ലിമോളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ രണ്ടും ഇങ്ങനെ ചക്കര അടയും പോലെ ഇരിക്കും. അത് കഴിയുമ്പോൾ ഈ സംഘടനയുടെ ഇത് വരുമ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഈ ഞങ്ങൾ ആണുങ്ങൾ ഇവിടെ കിടന്ന് എന്തെങ്കിലും വഴക്കിട്ടാതെ കേൾക്കാൻ ഒരു രസമുണ്ട്. അതുപോലെയല്ല നിങ്ങൾ പെണ്ണുങ്ങൾ. രണ്ട് പെണ്ണുങ്ങൾ നമ്മൾ വഴക്കിടേണ്ട ഒച്ചയെന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സഹിക്കാൻ പറ്റാത്ത ശബ്ദമാണിത്. ഈ പറഞ്ഞത് മൊത്തം ഇല്ലേ ക്ലീറ്റോ ചേട്ടൻ ചേച്ചിയെടുത്ത് എന്ന് പറ. ചേച്ചിയുടെ ഒച്ചയാണ് അപാരം. ഇത് പറഞ്ഞാൽ മനസ്സിലാവണത് നിനക്കായതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് പറയണത്. അതെ, ഒരു കാര്യം ചെയ്യും. ഒന്നിൽ ശാഖ അതിൽ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ ശിഖരം അതിൽ നിന്ന് ഇറങ്ങും. ആരെങ്കിലും ഒരാൾ മതി. നിങ്ങൾ രണ്ടുപേരും കൂടെ അത് നിൽക്കണ്ട. അല്ല, എനിക്കെങ്ങനെ ഇറങ്ങാൻ പറ്റും ക്ലീറ്റോ ചേട്ടാ? എല്ലാരും കൂടെ എന്നെ ഇത്ര ഒരു വലിയ ഉത്തരവാദിത്തം എടുത്ത് തലേ വെച്ച് നീ ഒരു കാര്യം ചെയ്യും. എന്റെ പൊന്ന് ശാഖയെ നീ ആ ശിഖരത്തിനെയും കൂടെ ഒന്ന് ചേർത്ത് നിർത്തും. ക്ലീറ്റോ ചേട്ടാ, ഞാൻ എപ്പോഴും ചേച്ചിനെ ചേർത്ത് തന്നെ നിർത്തുന്ന. ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ സെക്രട്ടറി, അത് ചേച്ചിക്ക് പിടിക്കത്തില്ല. അതിൻ്റെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് വേണ്ടാന്ന് പറഞ്ഞ ചേച്ചിയാണ്. അത് ഇവിടുത്തെ ഇതാണ്. നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരല്ലേ? നിങ്ങൾ ഞങ്ങളെ സംഘടനയിലേക്ക് വന്നൊന്ന് ഒരു കുറച്ച് ദിവസം കാണും. എന്തും നല്ല അച്ചടക്കത്തോടും മര്യാദയോടു കൂടിയാണ് ഞങ്ങൾ ഈ ആണുങ്ങളുടെ ഈ പരിപാടികളെല്ലാം നടക്കുന്നത്. ക്ലീറ്റോ ചേട്ടാ, ചേച്ചി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാൻ ചേച്ചി എടുക്കുന്ന എല്ലാ തീരുമാനത്തിനും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചി എന്താ തിരിച്ച് എന്നോട് ചെയ്യാത്തത്? അത് മോശമല്ലേ? അതെ, എൻ്റെ ഒരു പ്രത്യേക റിക്വസ്റ്റാണ്. ഇനി അവൾ എന്തേലും പറഞ്ഞാൽ
നിനക്ക് ചെവി നിന്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നിന്നെ ഒന്നും കേട്ടില്ല എന്ന് പറയുന്നത് അടിക്കും. ആ അങ്ങനെ അടിക്കാം. പിന്നെ ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞ സത്യ വകതിരും ഇല്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലേ? എന്താ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. ആ വഴക്കിട്ട് കഴിഞ്ഞപ്പോ എന്റെ മൂഡ് പോയി. അതൊക്കെ വിടുതി അങ്ങോട്ട്, നീ അത് കളയി. അത് മനസ്സിൽ വെച്ചൊന്നും നടക്കല്ലേ. എന്നിട്ട് എന്തെങ്കിലും കൊണ്ടായി എന്റെ പോലീസുകാരൻ വരുമ്പോൾ എല്ലാം കൊടുക്കണ്ടേ? എന്തേലും കൊടുക്കാം, എന്തേലും കൊടുക്കാം. ആ ഞാൻ ക്ലീറ്റോ ചേട്ടനെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. മറ്റേ ചേട്ടൻ വരുന്നുണ്ടല്ലേ, മറ്റേ മനോജ്. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമായിരിക്കും. ഇതൊക്കെ വരണുണ്ട്, കാണണം എന്നെല്ലാം പറഞ്ഞു. ഇവിടെ കാണുമോ എന്നെല്ലാം ചോദിച്ചു. പിന്നെ ക്ലീറ്റോ ചേട്ടന് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ സ്പ്രേ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല മുളല്ലേ. നീ അത് മാത്രം ചോദിക്കരുത്, വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് ഞാൻ തരാം. കാരണം എൻ്റെ ഇരുന്ന് സ്പ്രേ എല്ലാം തീർന്നു. നല്ല ഒരു സ്പ്രേ ഇല്ല, ഒന്നുമില്ല, എല്ലാം തീർന്നു. ഇനിയിപ്പോൾ എനിക്ക് അത് കിട്ടിയ 4-5 നല്ല സമ്മേളനങ്ങളുണ്ട്, വലിയ പരിപാടികളാണ്. അവിടെയൊക്കെ ഞാൻ പ്രസംഗിക്കാനുള്ളതാണ്. അത് വേണം എനിക്ക്, അതുകൊണ്ടാണ്. ക്ലീറ്റോ ചേട്ടനോട് നമ്മളെ ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ നിനക്ക് നല്ല അത്ര മേടിച്ചു. പാളയം പള്ളിയില്ലേ, മുസ്ലിം പള്ളി, അതിൻ്റെ ഫ്രണ്ടിൽ നല്ല അത്ര വെച്ചു. അവിടെ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഡാൻസ് ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിയർത്തൊലിച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നീ ഡാൻസ് ക്ലാസ്സിൽ ഒരുപാട് വിയർത്തൊന്നും കളിക്കല്ലേ. പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പിള്ളേർക്ക് ഇരുന്നിരുന്നു, അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും പറയും എഴുന്നേറ്റ് ഒന്ന് കാണിച്ചതാ ടീച്ചറെ എന്ന് പറയും. വിയർത്ത് വിളിച്ചാ ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. ആവശ്യമില്ല ഇനി ആകെ അല്ലേ. അവളെ എൻ്റെ അടുത്ത് കിടന്ന് അലച്ചത് കേട്ടാ എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ പൈസ അടച്ച് അപ്പം അതങ്ങ് ക്ലോസ് ചെയ്തേനെ. സത്യം, എനിക്കും അങ്ങനെ തോന്നി. പൈസ ഇല്ലാതെ പോയി, പൈസ എടുത്ത് കൊടുക്കായിരുന്നു. സാറേ ഇല്ല, ഞാൻ വൈകിട്ടൊന്ന് കാണാൻ പറ്റുമോ? ഒരു 5 മണി 6 മണിക്ക് ശേഷം മതി. എവിടെ കാണും സാറേ? ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അങ്ങോട്ട് വരാം. ഇല്ല, സാർ അന്ന് ഇടയ്ക്ക് പറഞ്ഞില്ലേ ഈ സ്കോച്ച് ഗൾഫിൽ നിന്ന് വല്ല കൊണ്ടുവരണമെങ്കിൽ പറയണേന്ന്. അത് ഇന്ന് ഒരു സാധനം വരും. ഇല്ല, നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു സാധനം കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഞാൻ അവിടെ കൊണ്ടുവരാം. ഇല്ലല്ലേ, അത് എനിക്ക് അറിഞ്ഞൂടെ. ചേച്ചി കാണാതെ ഞാനത് സാറിനെ ഏൽപ്പിച്ചോളാം. ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ. ശരി 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 സാർ. സ്കോച്ച് വരുന്ന എവിടെ? സ്കോച്ച് വരും, വന്ന് കുറച്ച് സമയം ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് വൈകിട്ട് അപ്പുക്കുട്ട സാറിൻ്റെ വീട്ടിലോട്ട് പോകും സ്കോച്ച്. അപ്പുക്കുട്ട സാറിൻ്റെ വീട്ടില്? എന്തിന്? സാർ കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു നല്ല സ്കോച്ച് വല്ലതും കിട്ടണമെങ്കിൽ ഒന്ന് എനിക്ക് തരണം ക്ലീറ്റോ എന്ന്. സാറൊക്കെ ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ അത് നമ്മുടെ ചെറുക്കുണ്ട് മനോജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ക്. പൊങ്കാലും അത് കാണിക്കുന്ന മോശമായി പോയി. എന്ത് ഇവിടെ ഞാൻ മച്ചമ്പി കനക മച്ചമ്പി പോട്ടെ അമ്മാവൻ നമുക്ക് 4 പേർക്ക് അടിച്ചാൽ തീരാന്ന് സാധനമല്ലേ ഉള്ളൂ. ഇതുകൊണ്ട് അപ്പുകൂട്ട് സാധനം കൊടുക്കേണ്ട കാര്യം എന്താ അറിയാമോ, നമ്മളെപ്പോലുള്ളവരുടെ ആന്തരിക അവയവങ്ങളുമായിട്ട് അത് സിങ്ക് ആവൂല. ഒട്ടും ചേരൂല. സിങ്ക് ആവത്തില്ല. ക്ലമന്റ് കൊണ്ടുവന്ന സ്കോച്ച് അടിച്ചപ്പോ മാച്ചിരുന്ന് അടിച്ചാലല്ലേ. ക്ലമന്റ് കൊണ്ടുവന്ന സാധനം ലോക്കൽ സ്കോച്ച് അവിടുത്തെ അതുപോലെ അല്ല ഇത് വരണത്. ഇത് വലിയ സാധനമാണ്. വലിയ സാധനം വരുമ്പോ കുടുംബത്തുള്ളവർക്കല്ലേ മച്ചമ്പി ആദ്യം കൊടുക്കണ്ടേ? കുടുംബത്തിലുള്ളവർ പിന്നെ അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ കുടുംബത്തിലുള്ളവർ കൊടുക്കണമെന്ന്? ഒരു കാര്യമില്ല. കുഴിയിലൊക്കെ കാലം നീട്ടിരിക്കുന്ന അപ്പുകൂട്ട സാധനം അപ്പുക്കുട്ട സാർ എവിടെ കാലം നീട്ടിരിക്കുന്നത് നിന്റെ വിഷയമല്ല കേട്ടാ. എനിക്ക് കിട്ടുന്ന സാധനം ഞാൻ ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് നീ അതിനാലെ ഇടപെടേണ്ട കാര്യമില്ല. ഇപ്പം ഇവിടെ നിന്ന് കുടിക്കാനുള്ളതും തിന്നാനുള്ളതും നിനക്ക് കിട്ടണുണ്ടല്ലോ കൃത്യമായിട്ട്. അത് നോക്കിയാൽ മതി. അന്ന് അത് കേട്ട് ചിരിച്ചെന്റെ ഒരു രക്ഷയില്ല സംഭവമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ കഴിഞ്ഞ 2 മാസം ചൂടേ. ഇപ്പൊ ഞങ്ങൾ അവിടെ ഇപ്പൊ അവധി വെള്ളിയാഴ്ച മാറ്റി ഞായറാഴ്ച ആക്കിയല്ലോ. ഞായറാഴ്ച അപ്പൊ ഇവിടത്തെ പോലെ കോമൺ ആയി. വെള്ളിയാഴ്ച നമുക്ക് വർക്കിംഗ് ഡേ ആണ്. ഞായറാഴ്ച ഫ്രീ ആയിട്ട് ഒന്ന് കറങ്ങാൻ പോവാ. പിന്നെ അന്നത്തെ സമയം കിട്ടൂല, കാരണം ഇത്രയും ദിവസത്തെ ആ ഒരു ഓട്ടോ ഒക്കെ ഞായറാഴ്ചയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് തീർക്കുന്നത്. ഇനി എപ്പോഴാ തിരിച്ചു പോണത്? 2 ദിവസം ഉണ്ടാവും. വന്നു കഴിഞ്ഞാൽ എല്ലാരും ആദ്യം ചോദിക്കണം അതല്ലേ എപ്പൊ തിരിച്ചു എന്നാലും അറിയാം. ആദ്യം ചോദിക്കുന്ന സംഭവം ഇതല്ലേ എന്ന് തിരിച്ചു പോണേ എന്നുള്ളതാണ്. പക്ഷെ ചോദിക്കാറിയാലും നിങ്ങൾക്ക് വിഷമാവൂലേ? അതുകൊണ്ട് കേട്ട് ഒരു വന്നോ? പിന്നെ കുറച്ച് സമയമായി. ആണോ? സുഖമായിരിക്കുന്നോ? ഓ സുഖമായിട്ടിരിക്കുന്നു. അവിടെ രാവിലെ മുതൽ ആള് നോക്കിയിരിക്കുവാണ് ക്ലീറ്റോ. അതെ, എനിക്ക് അറിയാം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇരുപ്പാണ്. നീ അവനൊന്ന് വിളിക്കേ. ഞാൻ വിളിക്കട്ടെ. ഞാൻ അമ്മേനെ കാണാൻ വേണ്ടി വന്നതാ. കുടിക്കും. വിളിച്ചു. ട്രാഫിക് ഒക്കെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലേ? ഒരു രക്ഷയില്ല അല്ലേ? ഇവിടത്തെ ഒരു പരിപാടി അവിടെ നടക്കൂല. നിയമത്തിന്റെ പരിപാടിയാണ്. വണ്ടി അനങ്ങില്ലല്ലോ. റെഡ് സിഗ്നൽ വീണ് കഴിഞ്ഞാൽ അനങ്ങില്ല. ഫാമിലിനെ കൊണ്ടുപോകാം, ഇടയ്ക്ക് കൊണ്ടുപോകണം. ഇനി അടുത്ത വെക്കേഷൻ വരുമ്പോൾ അവരെ കൂടെ ഒന്ന് കൊണ്ടുപോകാം. പോയി കാണാൻ.
കള്ളാ. എടേ, ഇതൊക്കെയുണ്ട്. എടാ നീ പിന്നെ വേറെ എവിടെയൊക്കെ കയറിയിട്ടേ വരുള്ളൂ, ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ നെയ്യാറ്റിക്കര നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സാഗർ എന്ന് പറഞ്ഞിട്ട്, അവൻ കുറെ സാധനം തന്നു അവന്റെ വീട്ടിൽ കൊടുക്കാനേ. ഇതൊക്കെയല്ലേ അവരുടെ ഒരു സന്തോഷം. ഗൾഫുകാരന്മാർ ആര് വന്നാലും അവിടുന്ന് കുറെ സാധനം കുറെ ഇതുണ്ട്, മറ്റേ കൊറിയർ പോലെ ഇങ്ങനെ കയറി പിന്നെ അത് ഒരു വീടാ, എത്ര വീട്ടിൽ ഇനി കൊടുക്കണമെന്ന് അറിയാമോ? ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ അവിടുത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ്? എന്നാലും ആ ഒരു കവർ തുറക്കുമ്പോ ഒരു മണം. മാത്രമല്ല സാധനങ്ങൾ വ്യത്യാസമുണ്ട്. പിന്നെ അതല്ല അവിടുന്ന് കൊണ്ടുവരുമ്പോ ഒരു സന്തോഷല്ലേ അല്ലേ? പിന്നെ അതൊരു സന്തോഷമാണ്. ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട്. ഒരു ഗൾഫുകാർ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോഴേ അതെ, വെറും കൈയോടെ എങ്ങനെ പോകുന്നു പറ. പ്രത്യേകിച്ച് ഗൾഫ് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പിന്നെ എങ്ങനെ പാർട്ടിയൊക്കെ എടേ കുഴപ്പമില്ല, അങ്ങനെ പാർട്ടി പോണ്. ക്ലീറ്റോയും നീ അവിടെ മറ്റേ സമാജത്തിന്റെ പരിപാടികളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഭയങ്കര ആളാണെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞ്. സെക്രട്ടറി ശരി, ഭയങ്കര കലാകാരനാണ് ഇവൻ, പ്രസംഗവും എല്ലാം ഉണ്ട്. ആ ഒരൊറ്റ ദിവസം നമ്മളെ ഷൈൻ ചെയ്ത് നമ്മൾ അമ്മ സമ്മതിക്കുള്ളൂ, അതിനുശേഷം അപ്പോഴും മൈക്ക് പിടിച്ചു വാങ്ങിക്കുന്നുള്ളതാണ്. നിങ്ങളെന്നാ അന്നത്തെ ദിവസം മൈക്ക് താഴെ വയ്ക്കൂലല്ലോ. നമുക്കേ ഈ പാവപ്പെട്ട പൊതുപ്രവർത്തന്റെ കുടിലിൽ കുറച്ച് സമയം ഇരിക്കാം. വാ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് വാ, ഞാൻ അങ്ങോട്ട് പോയിട്ടാ. ഓക്കെ, നീ പറഞ്ഞാടേ. ഇല്ല പോയിക്കോ. വാ. വാ. നീ ഒറ്റയ്ക്കാ വന്നത്? ആ വാ വാ വാ. ഗ്ലാസ് എടുത്തോണ്ട് പോകാൻ താഴോട്ട് പൊട്ടു. ഏട്ടാ, ആ ചേട്ടനൊന്നും കൊണ്ടുപോകുന്നില്ലേ? അല്ല, ക്ലീറ്റോ ചേട്ടൻ എന്തൊക്കെയോ കൊണ്ടുപോകുന്നു കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു, ഒന്നും കൊണ്ടുവന്നില്ലേ? എന്തിന്റെ കുഴപ്പമുണ്ട്? പാവ, ആ പ്രതീക്ഷയില ആ ചേട്ടൻ അങ്ങോട്ട് കൊണ്ടുപോകണത്. ഇതിനാ അങ്ങനെ പ്രതീക്ഷിക്കുന്നത്? അവ 2 മാസം ഇല്ലേ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും. നീ കഴിക്കും. ചായ നിനക്ക് എടുത്തോ എടുത്തോ. അല്ല എടുക്കല. അവൻ ചായ എടുക്കാൻ വന്നു. ഈ ചായ തരാം. അല്ല വേണ്ട, കുഴപ്പമില്ല പിന്നെ കുഴപ്പമില്ല. എടുത്തോടാ. ഞാൻ പിന്നെ കഴിച്ചോളാം. BP ഉണ്ട്, ഉപ്പ് ഞാൻ ഇഷ്ടപ്പെടും. പിന്നെന്താ വിശേഷം? വിശേഷം എന്താ അങ്ങനെ പോണടേ. നിങ്ങൾ ഗൾഫുകാർക്കല്ലേ വിശേഷം. നമുക്കെന്താ നീ മുടി വെച്ച് പിടിപ്പിച്ചാടാ അവിടെ? ഇല്ലില്ല, ഇത് നമ്മൾ ഇതുവരെ നരച്ചിട്ടില്ലല്ലോ. ഡൈ പോലും അല്ല. അതെ, സത്യം. പക്ഷെ ഒന്ന് മിനിങ്ങിയിട്ടുണ്ട് തന്നല്ലേ? കുറച്ചൊന്ന് ഈ ചെള്ളയെല്ലാം പോയി ഒതുങ്ങി. ഗ്ലാമറായി. പിന്നെ കുറച്ച് ദിവസം ഉണ്ടോ അവിടെ? 2 മാസം ഉണ്ട്. അന്ന് പാല് കാച്ചി കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥമായിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. നല്ലതന്നെ. ഇവിടെ മച്ചമ്പി എങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെയാണോ അതോ വീട്ടിൽ പോയിട്ട് വരൂ? ഡെയിലി പോക്കു പറ്റത്തില്ലല്ലോ, കണ്ട് ശനിയാഴ്ച ഓറും പോകും. ഏത് ശനിയാഴ്ച എന്നുള്ളത് എല്ലാ മാസത്തിലും ശനിയാഴ്ച 4-5 ഉണ്ടല്ലോ. ശരി, ചുരുക്കം പറയാൻ പോക്കില്ല. അവൻ ഇവിടെ തന്നെയാണ് സുഖം, സന്തോഷം. ഇല്ലടാ, അതുകൊണ്ടൊന്നല്ല കേട്ടോ ക്ലീറ്റോ വെറുതെ തമാശ പറയണതാ. അവനിവിടെ നിന്ന് തിരിയാൻ പറ്റാത്തോണം പണിയാ പണി. ശരി. അപ്പൊ മച്ചമ്പിക്ക് പണിയുണ്ട്, ക്ലീറ്റോയ്ക്കാണ് പണിയൊന്നും ഇല്ലാത്ത, ചുമ്മാ രാഷ്ട്രീയം കളിച്ചൊക്കെ നടക്കുകയാണ്. അതെ, ഇങ്ങനെ നടക്കുക. ഗൾഫിൽ എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ടോ, ഒരു വിസ ഒപ്പിച്ചു തരൂ. നോക്കട്ടെ, നോക്കാം, നമുക്ക് സെറ്റാക്കാം. അയ്യോ, വലിയ ഉപകാരം കേട്ടോ. കഴിക്കാൻ. ഓ, കയ്യിലൊന്നും കാണുന്നില്ല, ക്ലീറ്റോ ചേട്ടൻ ഒന്നും തന്നില്ലേ? എന്തിനു വരാൻ? പൈസ ഇട്ടൊന്നും പുല്ലും എന്നൊക്കെ പറച്ചില് മാത്രമേ ഷോ കാണിക്കണം എൻ്റെ വണ്ടിയിൽ. എടാ എന്താ നിനക്ക് സൂപ്പർ ഒന്ന് ചോദിച്ചു. അപ്പൊ ശരി, കാണാം. മച്ചമ്പി സെറ്റല്ലേ? എല്ലാഴ്ച പോണം കേട്ടാ. അപ്പോളെ ഓക്കെ. പിന്നെ ഒരു മിനിറ്റ്, ഞാനത് മറന്നുപോയി. സ്കോച്ച് എനിക്ക് തോന്നി ഞാനിത് വിട്ടുപോയി. എന്തോന്ന് അങ്ങോട്ട്. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കണമെന്നില്ല. ചുമ്മാ ഇരിക്കട്ടെ. എന്നാലും ഓക്കെ, അടുത്ത വരവിന് കാണാം. എല്ലാവർക്കും താങ്ക് യു. ഓക്കെ. സ്പ്രേ ആണെന്ന് തോന്നുന്നു ക്ലീറ്റോ ചേട്ടാ, 2-3 ഉണ്ടെന്ന് തോന്നുന്നു. ഗ്ലാസ് വെള്ളം എടുക്കട്ടെ. തുറന്നേ. വിളിക്കണം. കൊടുക്കണ്ട, അവ കൊടുക്കരുത്, അവ കൊടുക്കരുത്. എനിക്കുള്ളതല്ലേ, വെള്ളം വയ്ക്കല്ലേ. ലവ് യു. അവളെന്തിനാ ചോദിക്കുന്നത്? പിന്നെ നിനക്ക് ഞാൻ പാളയം പള്ളിയിൽ അവിടെ വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞല്ലേ? അത്ര അച്ഛമ്മ ഗ്ലാസ് വെള്ളം എടുക്കട്ടെ. പാളയം പള്ളിയിലാണെന്ന് വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് തുറക്ക് ക്ലീറ്റോ ചേട്ടാ. ചുമ്മാ റെഡി. വേണ്ട, തുറക്കണ്ട. ഒരു പൊതുപ്രവർത്തകന് അവന്റെ കൂട്ടുകാരെ കൊണ്ട് തന്നതാണ്. അവന്റെ എന്റെ ഇവിടുത്തെ പ്രവർത്തനത്തിന്റെ ആ ഒരു ഇതൊക്കെ അവൻ അറിഞ്ഞിട്ട് അവൻ എനിക്കൊരു കരുതൽ. കൊണ്ടുപോയി വിളിച്ച് തുറക്കും. മിണ്ടായിരിക്കും അവിടെ. വാ, നമുക്ക് പോകാം. തുറന്നില്ലെങ്കിൽ അവക്ക് പടക്കം വരൂലേ?
അങ്ങനെ അടുത്ത് ഒരു ഓംലെറ്റ് അടി നമുക്കിത് പൊട്ടിക്കുമ്പോൾ അടിക്കാൻ ഒരു കാര്യം ചെയ്യാം, രണ്ടുപേരും കൂടെ പൊട്ടിക്കോ? വേണ്ട. എന്നാ ഞാൻ പൊട്ടിക്കാം, എനിക്ക് കിട്ടിയല്ലേ. കിട്ടിക്ക് 3 ഉണ്ടെങ്കിൽ 2 എനിക്ക് ഒരെണ്ണം ക്ലീറ്റോന്. ഒറ്റ വോട്ടിലേ ഉള്ളൂ കാണുമ്പോൾ അവകാശികൾ ഒരുപാട് അവകാശികൾ ക്ലീറ്റോ ചേട്ടനോട് സ്നേഹമുള്ള. ആ ക്ലീറ്റോ ഇല്ലെങ്കിൽ കൊള്ളൂലാത്ത. പിടി. ആ, നിനക്ക് എന്താ വേണ്ടത്? സ്പ്രേ ആയിരുന്നെങ്കിൽ ഞാൻ മേടിച്ചു തരാം. ആ ആർക്കെങ്കിലും കിട്ടുന്ന കയറിയിട്ട് ചെയ്യണം. കുപ്പിയത് എന്തുവാ? നോക്കട്ടെ. എന്തുവാ? അയ്യേ കൊടുക്ക പഞ്ചിപ്പെട്ടി കാശ് കൊടുക്കയോ? ഈ കൊടുത്താ കൊല്ലത്ത് കിട്ടുന്നൊരു ചൊല്ലുണ്ട്. അതെന്നാ ഈ മനുവിന്റെ വീടിന്റെ പാല് കാച്ചിനെ ഇവർ ഇതുപോലൊരു കൈ കൊടുക്കാൻ മേടിച്ചോളൂ. ഇവ 1 കൊടുത്തപ്പോ അവൻ 2 തിരിച്ചു കൊടുത്തു. ഇപ്പൊ 2 ഇല്ലേ, ഓരോരുത്തർ ഓരോന്നാ വെച്ചെടുക്കും.